നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്ന കേരള സർവകലാശാല ഓഫീസിലേക്ക്, പാളയത്തേക്ക് രാഷ്ട്രീയ നാടകങ്ങൾ ഇഷ്ടം പോലെ അരങ്ങേറുന്ന ഒരു സർവകലാശാലയായി കേരളം മാറിയിരിക്കുന്നു. ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാൻ ആലോചനയുള്ളതായി സൂചന. ഇന്ന് രാജ്ഭവനിൽ തീരുമാനമുണ്ടാകും. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനം നിയമവിരുദ്ധമെന്ന റിപ്പോർട്ടിൽ തുടർ നടപടി ഉണ്ടാകാൻ സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷേ, സിൻഡിക്കേറ്റ് ഉൾപ്പെടെ പോവുമോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എക്സ്കേൻ. എന്തായാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് രാജ്ഭവൻ പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ അടിയന്തരമായ യോഗം ചേരുന്നുണ്ട്. രാജ്ഭവനിൽ നിയമോപദേശം കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഗവർണർ തിരുവനന്തപുരത്ത് എത്തിയത്. അതിനുശേഷം മറ്റ് ഫയലുകളൊന്നും ഗവർണർ ഇന്നലെ നോക്കിയില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ പരിശോധിക്കും. പ്രധാനമായി ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഈ സാധാരണ ഒരു സിൻഡിക്കേറ്റിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാനുള്ള അധികാരം ചാൻസലറായ ഗവർണർക്കുണ്ട്. അത് മുൻപും കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. 2012 കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിനെതിരെ അത്തരമൊരു നടപടി എടുത്ത സാഹചര്യമുണ്ട്. അതേ നടപടി ഇവിടെ എടുക്കാവുന്നതാണ് എന്നുള്ള ഒരു ശുപാർശ ഈ നിയമോപദേശത്തിൽ നൽകിയിട്ടുണ്ട്. സർവകലാശാല നിയമം 7(4) പ്രകാരമാണ് അത്തരമൊരു ശുപാർശ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേസമയം അല്ല എങ്കിൽ കുറച്ചുകൂടി ലഘൂകരിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ ഈ ഇത്തരത്തിലൊരു നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് ഉറപ്പിച്ച് അന്നത്തെ ചെയറിലുണ്ടായിരുന്ന വൈസ് ചാൻസലർ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ വേണമെങ്കിൽ ആ ദിവസത്തെ തീരുമാനം അസാധുവാക്കാൻ കഴിയും. അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഈ രണ്ട് തീരുമാനം എടുക്കുന്നതിന് മുൻപും ആവശ്യമെങ്കിൽ സിൻഡിക്കേറ്റിനെ കേൾക്കാനുള്ള ഒരു നടപടി കൂടി ഒരുപക്ഷെ രാജ്ഭവൻ ഉണ്ടാകും. രാജ്ഭവൻ എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്തരത്തിൽ എന്ത് നടപടി എടുത്താലും സിൻഡിക്കേറ്റ് തീരുമാനത്തെ എവോക്ക് ചെയ്യണമെങ്കിൽ അതിന് മുന്നോടിയായി സിൻഡിക്കേറ്റിനെ കേൾക്കണം എന്നുള്ളൊരു ചട്ടം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 10 മണിക്ക് ശേഷം നമുക്കറിയാം ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ സിൻഡിക്കേറ്റിനെ കേൾക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. സിൻഡിക്കേറ്റിനെ കേട്ട് സിൻഡിക്കേറ്റ് വിശദീകരണം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമായിരിക്കും അത്തരമൊരു നടപടിയിലേക്ക് പോകാൻ സാധ്യത. മറ്റൊരു സാധ്യത, കഴിഞ്ഞ ദിവസം കോടതിയിൽ മുൻ രജിസ്ട്രാറായ കെ സനൽകുമാർ തന്റെ ഹർജി പിൻവലിക്കുമ്പോൾ ആ രജിസ്ട്രാർ സിസ തോമസിന്റെ അഡ്വക്കേറ്റ് ഇവിടെ നടന്നത് നിയമവിരുദ്ധ സിൻഡിക്കേറ്റ് ആണ് എന്നൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. ഒരുപക്ഷെ സിസ തോമസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുമോ എന്നുള്ളതും കാണേണ്ടിയിരിക്കുന്നു. അതേസമയം സിസ തോമസിന്റെ കാലാവധി താൽക്കാലിക വിസിയാണ്. സിസ തോമസിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. നാളെ മോഹനൻ കുന്നുമ്മേലിനെ വൈസ് ചാൻസലറുടെ ചുമതല നൽകുകയും ചെയ്യും. അതേസമയം ഇന്നലെ സിസ തോമസ് രജിസ്ട്രാറായി മിനി കാപ്പനെ നിയമിച്ചിരുന്നു. പക്ഷേ മിനി കാപ്പൻ ഇതുവരെ ചുമതല ഏറ്റെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഫയൽ മൂവ്മെന്റുകൾ പൂർണ്ണമായി കഴിഞ്ഞ ദിവസം നോക്കിയത് പൂർണ്ണമായി കെ സനൽകുമാർ തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും 10 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന യോഗം ഏറ്റവും നിർണായകമാണ്. അതിനുശേഷമായിരിക്കും ഏത് രീതിയിലുള്ള നടപടിയിലേക്ക് രാജ്ഭവൻ പോകുന്നു എന്ന് അറിയാൻ കഴിയുക. എസ് കെ എൻ.